നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്താണ് ഇന്നലെ ചൈനയിൽ സംഭവിച്ചത്? അൽ നസർ 2 സൗഹൃദ മത്സരങ്ങൾക്കായിട്ട് ചൈനയിലെത്തിയിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ അടങ്ങുന്ന അവരുടെ ഫുൾ ടീം തന്നെ അങ്ങോട്ടേക്ക് പോയിരുന്നു. പക്ഷേ ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ട് മത്സരം ക്യാൻസൽ ചെയ്തു എന്നുള്ള വിവരം ഒഫീഷ്യലായിട്ട് പുറത്തു വരികയും ചെയ്തു. ക്രിസ്ത്യാനോക്ക് പരിക്കുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്നെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2-3 ദിവസങ്ങൾക്ക് മുമ്പുള്ള ആ വീഡിയോ. അതിൽ പറഞ്ഞിരുന്നു 2 ആഴ്ച കാലമെങ്കിലും താരത്തിന് റിക്കവറിക്ക് വേണ്ടി വരും എന്നുള്ളത്. പക്ഷേ അതൊന്നും ഒഫീഷ്യലി കൺഫേംഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ ചൈനയിലേക്ക് ടീമിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം കളിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അദ്ദേഹത്തിന് പരിക്ക് കാരണം കളിക്കാൻ കഴിയില്ല എന്ന് കണ്ടെത്തിയതോടെ മത്സരം നടത്തേണ്ടതില്ല എന്ന് ഓർഗനൈസേഴ്സ് തീരുമാനിക്കുകയായിരുന്നു. ഒരു പക്ഷേ ഫുട്ബോൾ ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് സംശയമാണ്. കാരണം ഒരു കളിക്കാരന് പരിക്കാണ്, അയാൾക്ക് കളിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മത്സരങ്ങൾ തന്നെ ഉപേക്ഷിക്കുക. ഇത് ഏതെങ്കിലും ഒരാളല്ല, ക്രിസ്ത്യാനോയാണ്. ശരിയാണ്. പക്ഷെ ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നോക്കുക, ഇവിടെ പറയുന്നത് ആ ഒരു എഗ്രിമെന്റിൽ, ചൈനയിലേക്ക് പോകാനുള്ള അൽ നസറുമായിട്ടുള്ള ആ എഗ്രിമെന്റിൽ പ്രത്യേകം ക്രിസ്ത്യാനോ കളിക്കും എന്നുള്ളത് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കളിക്കുന്നില്ല എന്ന് വന്നപ്പോൾ കളി വേണ്ട എന്ന് ഓർഗനൈസേഴ്സ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ വലിയ രൂപത്തിലുള്ള ജനക്കൂട്ടം ആ സ്റ്റേഡിയത്തിന് ചുറ്റുമൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നാണ് മത്സരം ഷെഡ്യൂൾ ചെയ്തിരുന്നത്, നമുക്കറിയാം. അത് ഇന്നത്തെ മത്സരം ഷാങ്ഹായ് ഷെൻസനെതിരെയായിരുന്നു. ഷെൻസൻ സിറ്റിയിൽ നിരവധി ആളുകൾ എത്തിച്ചേർന്നിരുന്നു ക്രിസ്ത്യാനോയെ കാണാൻ വേണ്ടി മാത്രം. അൽ നസർ അവിടെ ലാൻഡ് ചെയ്തത് മുതൽ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതിനു മുമ്പ് തന്നെ വാർത്തകൾ വന്നിരുന്നു 50,000 ബാനറുകളും പ്ലക്കാർഡുകളും ക്രിസ്ത്യാനോയെ സ്വീകരിക്കാൻ വേണ്ടി ചൈനീസ് ആരാധകർ തയ്യാറാക്കുന്നു എന്ന്. അങ്ങനെ നിന്ന ഒരു ആരാധക കൂട്ടത്തിന്റെ മുന്നിലേക്കാണ് ആ ഒരു ടൂറിന്റെ ഓർഗനൈസറും ക്രിസ്ത്യാനോയും പ്രസ് കോൺഫറൻസ് നടത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നത് ക്രിസ്ത്യാനോക്ക് പരിക്കാണ്, അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല, അതുകൊണ്ട് മത്സരങ്ങൾ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് അതിൻ്റെ പണം തിരികെ കൊടുക്കും, ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ചാർജ് അടക്കം തിരികെ കൊടുക്കുമെന്ന് ഓർഗനൈസർ പ്രഖ്യാപിച്ചു. പിന്നാലെ ക്രിസ്ത്യാനോ പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി, എനിക്ക് വലിയ സങ്കടമുണ്ട്, ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു, മാപ്പ് പറയുകയാണ്. പക്ഷെ ഫുട്ബോളിൽ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ നടക്കുക, നമ്മളുടെ കൺട്രോളിലല്ലാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനോ ഹെൽത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് മത്സരം കളിക്കാൻ കഴിയില്ല എന്നുള്ളത് ആരാധകരെ അറിയിക്കുകയും ചെയ്തു. ഇതോടുകൂടി ആരാധകർക്ക് വലിയ ഹാർട്ട് ബ്രേക്കാണ് സംഭവിക്കുന്നത്. അവർ വലിയ നിരാശയിലേക്ക് പോകുന്നു. അൽ നസർ സ്റ്റേ ചെയ്ത ആ ഒരു ഹോട്ടലിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ വൈറലാണ്. നിറയെ ആളുകൾ ഇടിച്ചു കയറുകയാണ്. ആകെ വലിയ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ പിന്നീട് ചൈനീസ് പോലീസ് ഇൻ്റർവെൻ ചെയ്യുകയും കാര്യങ്ങൾ ശാന്തമാക്കുകയും ചെയ്തു. അതിൻ്റെയും വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ചൈനയിൽ സംഭവിച്ചിട്ടുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒറ്റ താരത്തെ കാണാനാണ് അത്രയധികം ആളുകൾ അവിടെ തിങ്ങിക്കൂടിയിരുന്നത്. ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള ഓരോ ആരാധകരുടെയും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു കളി കാണാൻ വേണ്ടി മാത്രം ചൈനയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, ചൈന എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമാണ്, നമുക്കറിയാം. അതിന് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഈ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ റിട്ടേൺ പോകുന്ന വാർത്തകൾ, അതുപോലെ കളി കാണാൻ വേണ്ടി എത്തിയിട്ട് ക്രിസ്ത്യാനോ ഇല്ല എന്നറിയുമ്പോൾ, കളി നടക്കില്ല എന്ന് പറയുമ്പോൾ തല കറങ്ങി വീണു ഹോസ്പിറ്റലായ ആരാധകന്റെ കാര്യങ്ങൾ, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനോയെ കാണാൻ വേണ്ടി മാത്രം എത്തിയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ വലിയ രൂപത്തിൽ നിരാശ പങ്കുവെക്കുന്നതിൻ്റെ വീഡിയോകളും വാർത്തകളും ഒക്കെ പുറത്തേക്ക് വരുന്നു. ആകെ വല്ലാത്ത ഒരു സങ്കടകരമായ അവസ്ഥയാണ് ചൈനയിലെ ആരാധകർക്ക് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും അൽ നസറും ക്രിസ്ത്യാനോയും ഒക്കെ ഉറപ്പ് പറയുന്നു, മറ്റൊരു സന്ദർഭത്തിൽ അവിടെ പോയി ചൈനയിൽ പോയി കളിക്കും, ചൈനീസ് ആരാധകരെ സന്തോഷിപ്പിക്കും എന്ന് ഉറപ്പ് പറയുന്നുണ്ട്. എന്തായാലും ഇത് ഒരു താരത്തിൻ്റെ ആരാധക ഹൃദയത്തിലുള്ള സ്ഥാനം കാണിക്കുന്നതാണ്. ആ താരമില്ലെങ്കിൽ കളിയേ ഇല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.